പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ. പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ. പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ. നിലാവിൻ വൃന്ദാവനിൽ തിരുവോണമേ വരുകില്ലേ നീ. തിരുവോണ സദ്യയൊരുക്കാൻ മാറ്റേറും കോഴിയുടുത്തു തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലേ നീ. തേൻ ചിരിയാലേ പൂ ചൊരിയൂ നീ. വേമ്പനാടും വഞ്ചിനാടും മലനാടും വള്ളുവനാടും ഒരു കേരളമെന്നറിവേകും പൊൻചിഹ്നം വന്നെത്തി. ഏവരും ഒന്നായിരുന്ന രാജവാഴ്ച പെരുമകൾ പേറും ഗതകാല സ്മരണകളോടെ തിരുവോണവും ഇങ്ങെത്തി. ഞങ്ങൾ മൂന്നുപേരും മൂന്ന് അഭിപ്രായമായിരിക്കും. പരസ്പരം സംസാരിച്ചിട്ടില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്, എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തത്, ഒന്ന് ഫ്ലവേഴ്സിന്റെ കളേഴ്സ്, അധികം കളർ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ കണ്ണിന് നമ്മള് മൊബൈലിൽ ഫോട്ടോ അതൊന്നുമല്ല, നമ്മുടെ മുമ്പിൽ എന്താണോ, നമ്മുടെ കണ്ണിന് എന്താണോ കാണുന്നത് അതിനെയാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. പക്ഷെ കണ്ണിന് കുളിർമയുണ്ടെന്ന് ഞാൻ പറയുന്നു. ഡിസൈൻ വൈസ് നന്നായിരുന്നു. ഫ്ലവേഴ്സിന് ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കഥകളിയുടെ ഫേസ് അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എനിക്ക്. ഇത്രയാണ് എന്റെ ഒരു അഭിപ്രായം. കേരള തനിമയോട് യോജിച്ച് നിൽക്കുന്ന ഒരു ഡിസൈൻ നിങ്ങൾ സെലക്ട് ചെയ്തു. അത് എനിക്ക് നന്നായി തോന്നി. പിന്നെ ഫ്ലവേഴ്സ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതും കറക്റ്റാണ്. സിജു പറഞ്ഞ സെയിം ഒപ്പീനിയനാണ് എനിക്ക്. പിന്നെ കളർ കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. കാരണം ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ അത് എടുത്തു കാണിക്കുന്ന രീതിയിൽ ഒന്നും കൂടെ കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ബെറ്റർ ആക്കായിരുന്നു എന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട്. പിന്നെ ആ ഒരു ചെറിയ ചെറിയ ഡിസൈൻ ഫ്ലോസ് വരച്ചതിലും അല്ലെങ്കിൽ ആ ചെയ്തതിലും ഉള്ള കഥകളിയുടെ ഫേസും അതും ചെറുതായിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള നിങ്ങളുടെ എക്സിബിറ്റ് നന്നായിരുന്നു. മാവേലിയും പിന്നെ നിങ്ങളുടെ ടീമിന്റെ ആ ഒരു പ്രസന്റേഷൻ, നിങ്ങളെല്ലാവരും നിന്ന് ഇവിടെ ലേഡീസും എല്ലാവരും ഒരുങ്ങി നിന്ന് നിങ്ങളെല്ലാവരും കൂടെ അത് പ്രസന്റ് ചെയ്ത രീതി എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സിന്റെ ക്വാണ്ടിറ്റി പലയിടത്തും പല രീതിയിലായിപ്പോയി. ഓക്കെ, ഷേപ്പ് ചിലത് കുറച്ച് ഷേപ്പ് പല ഓരോരുത്തരും ഇട്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ സൈഡിൽ നിന്നാണ് ചെയ്തത്, ഇത്തരം പോർഷനാണ്, അവിടെ ഇരുന്നാണ് അത്രയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് എവിഡന്റ് ആണ്. പിന്നെ നമുക്ക് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പ്രൂവ് ചെയ്യാൻ ഇറ്റ്സ് വെരി ടഫ്. ഓക്കെ, അവിടെ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ട്. കണ്ണൊക്കെ ചെയ്തു തരാനും
മൂക്കൊക്കെ എല്ലാവർക്കും ഒത്തു വരണമെന്നില്ല, മൂക്കും വായും ഒക്കെ വരാനും. ഓക്കെ, പിന്നെ കണ്ണിന്റെ ആ കൃഷ്ണമണിയുടെ ഒരു പൊസിഷൻ അത് നല്ല ആർട്ടിസ്റ്റുകൾക്ക് അതൊക്കെ കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ നിങ്ങളാരും പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ അല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്റെ അഭിപ്രായം. പിന്നെ ആ പീകോക്കിന് ഒരു ഔട്ട്ലൈൻ ഒക്കെ കൊടുത്ത് കണ്ണൊക്കെ ബ്ലാക്ക് യൂസ് ചെയ്ത സ്ഥിതിക്ക് കണ്ണൊക്കെ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തൊന്ന് ത്രോ ഔട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. പിന്നെ ആ പീകോക്കിന്റെ ആ ഫെദർ വന്നിരിക്കുന്നത്, വിങ്സ് വന്നിരിക്കുന്നത് കുറച്ചും കൂടെ ഗ്രീനും കൂടെ ഒക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയി പോയേനെ. അത്രയാണ് എന്റെ അഭിപ്രായം. പിന്നെ ഫ്ലവേഴ്സ് ഈ ഔട്ടർ ലെയറിൽ കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി ആകാമായിരുന്നു. നിങ്ങൾക്ക് ഫ്ലവർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി ആവാമായിരുന്നു. ബട്ട് ഓവറോൾ നല്ല ബ്രൈറ്റ് ആണ്. നിങ്ങളുടെ തീമും ഇപ്പോഴത്തെ ഒരു ഒക്കേഷനും ഒക്കെ മാച്ച് ആവുന്ന ഔട്ട്പുട്ടാണ് തന്നിരിക്കുന്നത്. അവിടെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 3 ജഡ്ജസ് 3 അഭിപ്രായമാണ്. നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടില്ല. 3 പേർക്ക് അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നിയ കാര്യം, ഇതിന് സെന്ററിൽ ഒരു വിളക്ക് വെച്ചിരുന്നെങ്കിൽ അതൊന്നുകൂടെ ഭംഗിയായിട്ട് തോന്നിയിരുന്നേനെ. 2, നിങ്ങൾ 3D എഫക്ട് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ആ ഒരു മൊബൈലിൽ എടുത്തതിന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്, നമ്മുടെ മുമ്പിൽ കാണുന്നത് തന്നെയാണ് നമ്മൾ ജഡ്ജ്മെന്റ്. പിന്നെ ചില പൂക്കള് വാടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എടുത്തു പറയുകയാണെങ്കിൽ റോസ്, അതിനൊരു ഫ്രഷ്നെസ് തോന്നുന്നില്ല. പിന്നെ ഔട്ടർ ലൈനിന്റെ കാര്യം, ഔട്ടർ ലൈൻ അത് കുറച്ചുകൂടി ഒരു വൃത്തം ഒന്ന് കറക്റ്റ് ആക്കിയത് നിങ്ങൾക്ക് തന്നെ കാണാം. എനിക്കൊന്ന് പല ഭാഗത്തു നിന്ന് ഇടുന്നവരെയാണ് തോന്നുന്നു ആ ഒരു ഔട്ടർ കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചിലയിടത്ത് കയറി ഇറങ്ങി അതൊരു ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ തോന്നുന്നു. പിന്നുള്ളത് ഫ്ലവേഴ്സ് കുറച്ചുകൂടെ അരിഞ്ഞിട്ടിരുന്നെങ്കിൽ, അതിനെ കുറച്ചുകൂടെ അരിഞ്ഞ് ചെറുതായിട്ടിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ അത് ഈ ഒരു ഡിസൈനിന് അത് കുറച്ചുകൂടെ മാച്ച് ആയതിനെ കുറച്ചുകൂടെ എടുത്ത് കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നിങ്ങൾ കൂടുതൽ ഫ്ലവർ ഉപയോഗിച്ചിട്ടുണ്ട്, അത് നല്ലൊരു ഭംഗിയുണ്ട്. ഒരു 3D എഫക്ട് പറഞ്ഞ പോലെ തന്നെ അത് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓവറോൾ അടിപൊളിയാണ്. എന്റെ സൈഡിൽ നിന്ന് ഡിസൈൻ നിങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്തിട്ടുള്ള എഫേർട്ട് നന്നായിട്ടുണ്ട്. അത്രയും പോയിന്റ്സ് അതിനകത്ത് വരുന്നുണ്ട്, അതെല്ലാം അതേപോലെ ചെയ്യാനെടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ട് ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ ബട്ട് ചില ഏരിയാസിൽ ആ ഫില്ലിങ് കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു ഗ്രീൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടെ ബെറ്റർ ആക്കായിരുന്നു. കളർ ഡെൻസിറ്റി ഈസ് ഗുഡ്, പക്ഷെ മേ ബി ഇച്ചിരി കൂടെ ഒന്നും കൂടെ ഒരു കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടെ കൊണ്ടുവരായിരുന്നു. പിന്നെ സിജു പറഞ്ഞ ഒരു പോയിന്റ് ഞാനും നോക്കിയിട്ടുള്ളൂ, ഇച്ചിരി കൂടെ ഫ്രഷ്നെസ് ഫ്ലവേഴ്സിന് ലേശം കുറവുണ്ട്. ചില ഫ്ലവേഴ്സ് ലേശം വാടിയിട്ട് ആ കളർ ചേഞ്ചും ഉണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ഡേഞ്ചറസ് കളറാണ്. അതിന് ഇത്രയും വലിയ തിക്നെസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഔട്ടർ ലെയറിലും കൂടെ അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പം ഇതിന്റെ എല്ലാം സെന്റർ ഓഫ് അട്രാക്ഷൻ ആ ബ്ലാക്ക് ലൈൻ വരെയായി. പിന്നെ സെന്റർ അത് ഭയങ്കര ഡള്ളായിപ്പോയി. സെന്ററിൽ കുറച്ചും കൂടെ ഡാർക്ക് ഗ്രീൻ അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റ് റെഡ് ഒക്കെ ഇട്ടിരുന്നെങ്കിൽ ഇത് അടിപൊളിയായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ കളർ നോക്കുമ്പോ നമ്മുടെ ശ്രദ്ധ ഇവിടെ വരെ വരുന്നുള്ളൂ, നടുക്കോട്ട് പോകുമ്പോൾ അതങ്ങ് ഡിമ്മായി പോകുന്നു. പിന്നെ നമ്മുടെ കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് അത് സെന്ററിൽ കുറച്ചും കൂടെ ഒന്ന് നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. വേറെ കളേഴ്സ് ആ ഗ്രീൻ മാറ്റിയിട്ട് കുറച്ചും കൂടെ ഇതിനുമായിട്ട് മാച്ച് ആവുന്ന ഒരു കളർ യൂസ് ചെയ്യാറ്. പിന്നെ ഇതിനകത്തൊക്കെ വന്നിരിക്കുന്ന ഓരോന്നിനും അവിടെയൊക്കെ തിന്നാണ്, ഇവിടെ തിക്കാണ്, അങ്ങനെ. പിന്നെ ഫ്ലോർ കാണാൻ പറ്റുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പൊ എമൗണ്ട് ഓഫ് ഫ്ലവർ കുറഞ്ഞു പോയി ചില സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ആംഗിളിൽ ചിലയിടത്തൊന്നും കാണുന്നില്ല, ചിലയിടത്ത് അത് ഓരോരുത്തരും ഇട്ട അളവ് കുറഞ്ഞു പോയി. പിന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് 2 hours ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതും ഈ ഔട്ടർ ലെയർ ഇത്രയും ഇച്ചിരി പെർഫെക്റ്റ് ആയി ചെയ്തത് നിങ്ങളുടെ കഴിവ്. ഓക്കെ. പിന്നെ റോസ് കുറച്ച് എന്താ പറഞ്ഞ ഡള്ളായി പോയി. അതാണ് അത് നിങ്ങൾ ചോപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഷാർപ്പ് നൈഫ് ഉപയോഗിച്ച് ചോപ്പ് ചെയ്തെങ്കിൽ കുറച്ചും കൂടെ ഫ്രഷ്നെസ് തോന്നിച്ചേനെ.